ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിനെക്സൽ ടെക്നോളജീസ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മെഷീൻ ലേണിംഗിന്റെ ഡിഫറെന്റ് ടൈപ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് പഠിച്ചു. അതിന്റെ അൽഗോരിതംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് സൂപ്പർവൈസറും അൺസൂപ്പർവൈസറും നമ്മൾ ലാസ്റ്റ് സെക്ഷൻ ആണ് നമ്മുടെ മെഷീൻ ലേണിംഗിന്റെ. അതായത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ അൽഗോരിതംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോ തന്നെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് നമ്മളെ കൊണ്ട് ഒറ്റപ്പെട്ടു പോയി, ഒരാളെ അറിയാത്ത സ്ഥലത്തേക്ക് കൊണ്ടിട്ടു. അയാൾ ആദ്യം ആ സ്ഥലത്ത് അതിജീവിക്കാൻ കുറച്ച് പാടുപെടുമെങ്കിലും ക്രമേണ ഇപ്പൊ ഒന്ന് രണ്ട് ദിവസം ആഹാരം വെള്ളമോ കിട്ടാതെ കിടക്കുമ്പോൾ ആൾ ആഹാരം കിട്ടാനും വെള്ളം കിട്ടാനുള്ള വഴികൾ തേടുകയും ഒരു ദിവസം കൊണ്ടെങ്കിൽ എന്താ കുറച്ച് സമയം കൊണ്ടെങ്കിലും അവരിങ്ങനെ എന്താ ആ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ആഹാരത്തിലേക്ക് അവർ എത്തിപ്പെടും. അതായത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ തുടരും. അങ്ങനെ അവർ അതിലേക്ക് അറ്റൈൻ ചെയ്യുകയും അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യും. അതുപോലെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ കാര്യവും പറയുന്നത്. അതായത് ഒരു ഏജന്റിനെ നമ്മൾ അത് അറിയാത്ത അൺനോൺ എൻവയോൺമെന്റിലേക്ക് നമ്മൾ വിടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ നമ്മൾ ഏതൊക്കെ അൽഗോരിതംസ് ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഔട്ട്പുട്ട് കിട്ടും, നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് കണ്ടുപിടിക്കേണ്ടത്, അതിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ മെയിൻ ആയിട്ട് രണ്ട് അൽഗോരിതംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഇമ്പോർട്ടൻസും ആണ് നമ്മൾ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എന്താ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ ഇൻട്രൊഡക്ഷനും അതിന്റെ ഒരു ഇമ്പോർട്ടൻസും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതിങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ഏജൻസ് ലേൺ ബൈ ഇന്ററാക്ടിംഗ് വിത്ത് ദ എൻവയോൺമെന്റ്, ലേണിംഗ് ബേസ്ഡ് ഓൺ റിവാർഡ്സ് ആൻഡ് പെനാലിറ്റീസ്. Goal is to maximize cumulative rewards. No reliance on labeled input or output pairs. Successful in complex tasks. Foundation of modern AI research. ഇതൊക്കെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് പറയുമ്പോൾ രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് പറയും. ആ ടേംസ് ആണ് നമ്മളുടെ ആദ്യം പറയാൻ പോകുന്നത്. കണ്ടോ, ഇവിടെ ആരൊക്കെയുണ്ടോ നിങ്ങൾ നോക്കി, ആരൊക്കെയുണ്ട്? അതായത് ഒരു ഫോക്സ് ഉണ്ട്, ഒരു ടൈഗർ ഉണ്ട്, പിന്നെ കുറച്ച് ഫുഡ്സും ഇരിപ്പുണ്ട്. കണ്ടല്ലോ. ഓക്കെ, അവിടെ നമ്മളെ ഫോക്സിനെയാണ് ഏജന്റ് ആക്കുന്നത്. ടൈഗറിനെ നമ്മളിവിടെ ആരാക്കി ഓപ്പണന്റ് ആക്കി, പിന്നെ നമ്മൾ ആ ഫുഡിനെ റിവാർഡ് ആക്കി. അതായത് ഇവർ രണ്ടുപേരും നമ്മൾ മത്സരം നടന്നാൽ അവർക്ക് സമ്മാനം അല്ലെങ്കിൽ റിവാർഡായിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഈ ഫുഡ് കൊടുക്കും. അതാണ് നമ്മൾ ഈ എക്സാമ്പിൾ പറയുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, അതായത് ഈ ഫോക്സും ഈ ടൈഗറും. ഫോക്സിന് വിശന്ന എന്ത് ചെയ്യാൻ വേണ്ടി ഈ ഫുഡ് കഴിക്കാനേ പറ്റില്ല. ഇത് മീറ്റ് ആകാം, അല്ലെങ്കിൽ എന്തായിരുന്നു ആനിമൽസിനെ ഡെഡ് ആനിമൽസിനെ അവർ നേരത്തെ പിടിച്ചോണ്ട് ഇട്ടതാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഇതാ സംഭവിക്കുന്നത്. അതായത് എന്ത് ചെയ്യാം, ഈ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ വേറെ പിടിച്ചോണ്ടുവന്ന ആനിമൽസിന് ഇതാകാം, അങ്ങനെ മീറ്റ് കഴിക്കാം. പക്ഷേ നമ്മുടെ ഓപ്പണിന് ടൈഗറിന് രണ്ട് ഇതുണ്ട്, രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്താ, ഈ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫോക്സിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോക്സിനെ കഴിക്കാം. അപ്പൊ രണ്ട് ഫുഡ് ഐറ്റംസ്, രണ്ട് ഓപ്ഷൻ ആർക്കുണ്ട്? നമ്മുടെ ഓപ്പണിന്റെ ടൈഗറിനുണ്ട്. ഈ രണ്ട് സിറ്റുവേഷൻ നമ്മൾ രണ്ട് ടേം കൊണ്ട് പറയാനാണ് എക്സ്പ്ലോറ്റേഷൻ ആൻഡ് എക്സ്പ്ലോറേഷൻ. അതായത് എക്സ്പ്ലോറ്റേഷൻ വെച്ചാൽ എന്താ, ഇറ്റ്സ് അബൌട്ട് യൂസിങ് ദ ഓൾറെഡി നോൺ എക്സ്പ്ലോയിറ്റഡ് ഇൻഫർമേഷൻ ടു ഹൈറ്റൻ ദ റിവാർഡ്സ്. അതായത് അവർക്ക് ഓൾറെഡി അറിയാം ഇന്നത് സംഭവിക്കില്ല, റിവാർഡ്സിലേക്ക് എത്തിച്ചേരുന്നത് പറ്റും, അത് അവര് അങ്ങനെ ചെയ്യും. ഇനി എക്സ്പ്ലോറിങ് എന്ന് വെച്ചാല് ക്യാപ്ചർ ചെയ്യുക. അതായത് നമ്മുടെ ടൈഗറിനെ ഈ കൊണ്ടുവച്ചേക്കുന്ന ഫുഡ് ഫോക്സ് കഴിക്കും, അതാണ് എക്സ്പ്ലോറേഷൻ. പക്ഷെ എക്സ്പ്ലോറ്റേഷൻ. ഈ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈഗർ എന്തോ ചെയ്യും, നമ്മുടെ ഫോക്സിനെ വേണമെങ്കിലും ക്യാച്ച് ചെയ്ത് കഴിക്കാം. അപ്പൊ ആ റിവാർഡ് ആർക്ക് കിട്ടും? ഫോക്സിനെ കഴിക്കുന്ന ആർക്ക് കിട്ടും? ടൈഗറിന് കിട്ടും അല്ലെ. ടൈഗറിന് വേണമെങ്കിൽ നമ്മൾ കൊടുത്ത ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ആ ഫോക്സിനെ പിടിച്ച് നമുക്ക് കഴിക്കാം. അങ്ങനെ അതിന് പിന്നെ ടേംസ് ആണ് നമ്മൾ ഏതൊക്കെ പറഞ്ഞ എക്സ്പ്ലോറ്റേഷനും എക്സ്പ്ലോറേഷനും. ഡെഫിനിഷൻ ഞാൻ ഒന്നുകൂടി പറയാം. Exploitation is about using the already non-exploited information to heighten the rewards. Exploration എന്ന് വെച്ചാൽ എന്താ? Exploration is about exploring and capturing more information about and environment. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ബാക്കി നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ അല്ല, ഒരു കഥ പോലെ. അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടില്, നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ എവിടെയെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ. ആ കൊച്ചു കുഞ്ഞു മുട്ടിൽ കളിക്കുന്ന കുഞ്ഞ്, അല്ലെങ്കിൽ ക്രൗൾ ചെയ്ത് പോകുന്ന കുഞ്ഞ്, ആ കുഞ്ഞിങ്ങനെ കളിച്ചോണ്ടിരിക്കുക. ആ കുഞ്ഞിന്റെ അടുത്ത് എന്താ കുറെ ടോയ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കുഞ്ഞിനെ അതിൽ കളിച്ചോണ്ടിരുന്നപ്പോഴ് നമ്മള് അവിടെ ഗസ്റ്റ് ആയിട്ട് ചെയ്യുന്നു ആ വീട്ടില്. നമ്മൾ ആ കുഞ്ഞിന് മുട്ടായി കൊണ്ടുപോയി, ക്യാൻഡീസ് കൊണ്ടുപോയി. അപ്പൊ ഈ ക്യാൻഡീസ് കൊണ്ട് നമ്മൾ എന്തോ കുറച്ച് ചേരി ഇപ്പുറത്ത് മാറിയിരുന്നു, ടോയ്സിന്റെ കുറച്ച് അകന്ന് നമ്മൾ ബാ മുട്ടായി തരാം, ബാ കുഞ്ഞു വാ എന്ന് നമ്മൾ വിളിക്കത്തില്ല. അതുപോലെ ആ കുഞ്ഞിനെ വിളിച്ചപ്പോ ആ ഒരു കുഞ്ഞിനെ ആദ്യം വിളിച്ചു. ആ കുഞ്ഞിനെ നമ്മുടെ മുട്ടായി അടുക്കിലേക്ക് എത്തുകയും അത് ആ കുഞ്ഞ് ആ ഒരു മുട്ടായി കൈകൊണ്ട് എടുക്കുകയും ചെയ്തു. അതായത്
നമ്മളെ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെന്ന് ആ കുഞ്ഞിന് അറിയാമോ? ഇല്ല. അതൊരു അൺനോൺ എൻവയോൺമെന്റ് ആണ് ആ കുഞ്ഞ് അവിടെ ആ എൻവയോൺമെന്റിലേക്ക് ആ കുഞ്ഞ് ഏജന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വന്ന് അവിടെ മുട്ടായി എടുത്തു. അപ്പൊ ആ കുഞ്ഞിന് അവിടെ റിവാർഡ് കിട്ടി. അവിടെ കിട്ടിയ മുട്ടായി നമുക്ക് എന്ത് റിവാർഡായിട്ട് പറയാം. ആ കുഞ്ഞിന് മുട്ടായി കിട്ടി. അപ്പൊ കുഞ്ഞ് എന്തായി? ഹാപ്പി ആയി, ചിരിച്ചു, സന്തോഷമായി, നമ്മളെ ചിരിച്ചൊക്കെ കാണിച്ചു. അപ്പൊ കുഞ്ഞ് എന്തായി? ഹാപ്പി റിവാർഡ് ആ കുഞ്ഞ് കിട്ടി, ഹാപ്പി ആയി ആ കുഞ്ഞ്. അപ്പൊ അതിന് നമ്മൾ ഹാപ്പി, ഓൾറെഡി ഹാപ്പി നമ്മൾ ഓൾറെഡി പോസിറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. എന്താ കിട്ടി? ഒരു പോസിറ്റീവ് റിവാർഡ് ആ കുഞ്ഞിന് കിട്ടി. ഓക്കെ. ഇനി വേറൊരു കുഞ്ഞ്. നമ്മള് വേറൊരു വീട്ടിൽ പോയി. നമ്മൾ ആദ്യം ഒരാളെ വീട്ടിൽ പോയി കുഞ്ഞിന് മുട്ടായി കൊടുത്തു. അടുത്ത വീട്ടിലും പോയി നമ്മൾ അവിടെയും മുട്ടായി മേടിച്ചോണ്ട് പോയി. നമ്മൾ സ്ഥിരം പതിവാണ് നമ്മൾ മുട്ടായി മേടിച്ചോണ്ട് കൊടുക്കുന്നത്. നമ്മൾ മുട്ടായി മേടിച്ചോണ്ട് ഈ കുഞ്ഞും കളിച്ചോണ്ടിരിക്കുവായിരുന്നു. നമ്മൾ അത് കുറച്ച് ദൂരെ മാറിയിരുന്നു. നമുക്ക് ഒരു രസം, കുറച്ച് ദൂരെ മാറിയ കുഞ്ഞിനെ വിളിച്ചു, ബാ മുട്ടായി തരാൻ വരൂ, ക്യാൻഡി തരാൻ വരൂ വിളിച്ചു. ഈ കുഞ്ഞ് പക്ഷെ മറ്റേ കുഞ്ഞിനോട്ട് അങ്ങനെ ക്രൗൾ ചെയ്ത് അടുത്ത് എത്താൻ ഈ കുഞ്ഞിന് പറ്റിയില്ല. ഈ കുഞ്ഞ് ടോയ്സിന് അടുത്ത് പോകുമ്പോൾ കാലിനെ തെന്നി വീഴാൻ പോയി, അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. ഒന്ന് രണ്ട് തന്നെ എത്താൻ പറ്റാൻ ഈ കുഞ്ഞ് എന്ത് ചെയ്തു? കരയാൻ ശ്രമിച്ചു. കുഞ്ഞവിടെ എന്തായി? മറ്റേ കുഞ്ഞിപ്പോ ഹാപ്പി ആവില്ല, സാഡായി. എന്താ? ഈ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ക്യാൻഡി അല്ലെങ്കിൽ ഈ മിഠായി കിട്ടിട്ട് അതിനെ അടുത്തോട്ട് എത്താൻ ഈ കുട്ടിക്ക് പറ്റിയില്ല. അത് കിട്ടിയില്ല. അത് കുട്ടിയുടെ ആ കുട്ടി എന്തായി? കുട്ടി സാഡ് ആകാൻ തുടങ്ങി. ഈ കുട്ടി സാഡ് ആവുമ്പോ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു നെഗറ്റീവ് റിവാർഡ് ഉണ്ടാവും. കുട്ടിക്ക് ഈ ഇത് കിട്ടുമോ? ഈ സമ്മാനം കിട്ടുമോ? ഇല്ല. അവിടെ എന്താകും? അവിടെ ഒരു നെഗറ്റീവ് റിവാർഡ് ഉണ്ടാകും. അതായത് ഇവിടുത്തെ നമ്മുടെ ഏജന്റ് ആരാണ്? ഈ കുട്ടിയാണ്. ഈ കുട്ടി നമ്മുടെ അൺനോൺ എൻവയോൺമെന്റിലേക്ക് കൊടുത്തപ്പോഴ് ആദ്യത്തെ കുട്ടിക്ക് പോസിറ്റീവ് റിവാർഡ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. രണ്ടാമത്തെ കുട്ടിക്ക് എന്ത് സംഭവിച്ചുള്ളൂ? ഒരു നെഗറ്റീവ് റിവാർഡ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. എന്താ? ക്യാൻഡി കിട്ടാ നമ്മളതിന് റിവാർഡ് അതിനോട് നമ്മുടെ ഗിഫ്റ്റ് വെച്ചിരുന്നത് ആ സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഓക്കെ. നിങ്ങൾക്കത് മനസ്സിലായി? ഞാൻ ഈ പറഞ്ഞ എക്സാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് നടക്കുന്നത്. ഈ കുട്ടി ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടി അല്ലേ, അവരേജിന് അടുത്ത തന്നെ ഏജൻസ് മാറി മാറി വരും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ അല്ലേ? മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാ? ആദ്യം ഒരു കുഞ്ഞിനറിയാമോ? തീയിൽ എത്ര നമ്മൾ പറഞ്ഞാലും തീയിൽ കൈ പോയാൽ പൊള്ളുന്നല്ല. പക്ഷെ കുഞ്ഞിന് കൈ ചെറുതായിട്ട് തീരെടുത്ത് പോയി, പിന്നെ കുഞ്ഞിനെ കൈ തീരെടുത്ത് പോയില്ല. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓരോ കാര്യങ്ങളും ഒരു എക്സാമ്പിളിൽ കൂടെയാണ് എന്താ മനുഷ്യന്മാരാണ് ഇത് പഠിച്ചെടുക്കുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ കുട്ടികളുടെ റിവാർഡ് എന്ന് പറയുന്നത് ക്യാൻഡിയാണ്. ഓക്കെ. ഇനി നമുക്ക് ഇതിന് ഗെയിം എക്സാമ്പിൾ വരാം. കൗണ്ടർ സ്ട്രൈക്ക്. അതിനകത്ത് ആ സോൾജിയർ ഉണ്ടല്ലോ. കൗണ്ടർ സ്ട്രൈക്കിലെ സോൾജിയർ നമ്മൾ അതിനകത്ത് ഇറക്കി വിടുക. ആ സോൾജിയർ നമ്മൾ എവിടേക്ക് ഇറക്കി വിടുന്നത് മനസ്സിലാവും. പക്ഷെ ആ സോൾജിയർ കുറച്ചിട്ട് നടന്ന് പോകുമ്പോൾ അതിന്റെ ഓപ്പോണൻസ് എതിരാളികളെ കാണുകയും ആ സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ട് ഷൂട്ട് ചെയ്ത് ഗെയിം ജയിപ്പിക്കാനോ ജയിക്കാനൊക്കെ സാധിക്കും. ഓക്കെ. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇത്രയും പറഞ്ഞ കഥയില് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിനെ പറ്റി രണ്ട് ടേംസ് നമ്മളോട് പറഞ്ഞു പോയത്. അതായത് ഒരു ഏജന്റും ഒരു എൻവയോൺമെന്റും. വേറെ കുറെ ടേംസ് ഉണ്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നാലെ പറയാം. ഇപ്പൊ പറഞ്ഞ എന്താ? ഏജന്റും എൻവയോൺമെന്റും. ആ കുട്ടിയാണ് നമ്മുടെ ഏജന്റ്. എൻവയോൺമെന്റ് ഇതാ ഒരു പരിചയ ഒരു ക്യാൻഡി കൊണ്ട് വെച്ചിട്ട് ഈ റിവാർഡ് തരാം, നിങ്ങൾ എൻവയോൺമെന്റ് സർവേ നിങ്ങൾ വരാമോ? നമ്മൾ ആ കുട്ടിയെ വിളിക്കുക ചെയ്തേ അല്ലേ? മനസ്സിലായോ? അതായത് ഓരോ ടാസ്കിനും ഓരോ വ്യത്യസ്തമായ ഏജൻസ് ആയിരിക്കും. ഓരോ ടാസ്ക് അനുസരിച്ച് നമ്മുടെ ഏജൻസ് എന്തായിരിക്കും? വേരി ചെയ്തിരിക്കും. ഓക്കെ. ഓക്കെ. വേറെ ഏജന്റ് ടേക്ക് വേരിയസ് ആക്ഷൻസ്. അതായത് ഏജന്റ് ഈ കുട്ടിയുടെ ആക്ഷൻ കവർ ചെയ്ത് വരും. നമ്മൾ മറ്റേ ഒരു ഗെയിമിന്റെ ആക്ഷൻ പറഞ്ഞാൽ ആളെന്ത് ചെയ്യുക? ഷൂട്ട് ചെയ്ത് പോകും. ആ ഗെയിം കളിക്കും. ഓക്കെ. സ്റ്റാർട്ട്സ് ആൻഡ് എൻവയോൺമെന്റ് സെൻസ് സ്റ്റേറ്റ് ടു ദ ഏജന്റ്. നമ്മളൊരു എൻവയോൺമെന്റിൽ കയറുമ്പോൾ നമ്മുടെ ഏജന്റ് നമ്മൾ എന്താ കൊടുക്കും? ഒരു സ്റ്റേറ്റ് കൊടുക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇന്നത് കളിച്ചാൽ നിങ്ങൾക്ക് ഇന്ന റിവാർഡ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു കണ്ടീഷൻ വെക്കും അല്ലെ? നമ്മൾ ഗെയിമുകൾ ചാടി പോകുമ്പോൾ നമുക്ക് മേളിൽ നിന്ന് നമ്മൾ ഹാർട്ടും ഓരോ ബലൂൺ എടുക്കുന്നതിന് പൊട്ടി പൊട്ടി വീണ് നമുക്ക് സ്കോർ അറ്റൻഡ് ചെയ്ത ഗെയിംസ് ഒക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? അത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവും തോന്നുന്നില്ല. സൂപ്പർ മാരിയോയിൽ കളിച്ചിട്ടുള്ളവരുണ്ടാവും. ഓക്കെ. എന്നിട്ട് അവിടെ ആക്ഷൻ നടക്കും. ആ സ്റ്റേറ്റ് പാസ് ചെയ്ത് പോയി, ആ എൻവയോൺമെന്റ് പാസ് ചെയ്ത് പോയി, അതിന്റെ റിവാർഡ് എടുക്കും. അങ്ങനെ ഒരു ലെവൽ കഴിയുമ്പോൾ നമ്മൾ എന്ത് നെക്സ്റ്റ് ലെവലിൽ കയറും, നെക്സ്റ്റ് സ്റ്റേറ്റ് അറ്റൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും റിവാർഡ് അറ്റൻഡ് ചെയ്ത് ഏജന്റ് ഇങ്ങനെ നമ്മൾ എവിടെ വരെ ഗെയിം പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗെയിം മുന്നോട്ട് കളിച്ചുകൊണ്ടേയിരിക്കും. ആ ഏജന്റ് നമ്മളെ കൊടുക്കുന്ന എൻവയോൺമെന്റ് സ്റ്റേറ്റ് അനുസരിച്ച് കളിച്ചുകൊണ്ടേയിരിക്കും. അതായത് ആ റിവാർഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ഇനി അഥവാ എല്ലാ റിവാർഡ് പോയിന്റ്സിലും നമ്മൾ ആ സാധനം ജമ്പ് ചെയ്താൽ അത് എത്തിയില്ലെങ്കിൽ അതിന് ആ റിവാർഡ് കിട്ടുമോ? ഇല്ല. അങ്ങനെ കിട്ടാതെ വരുന്ന അവസ്ഥ നെഗറ്റീവ് വരുന്നത്. മറ്റേത് പോസിറ്റീവ് ആണ്. ദ ലൂപ്പ് കണ്ടിന്യൂസ് അണ്ടിൽ ദ എൻവയോൺമെന്റ് സെൻസ് എ ടെർമിനൽ സ്റ്റേറ്റ് വിച്ച് മേക്സ് ദാറ്റ് അക്കംപ്ലിഷ്ഡ് ഓൾ ഓഫ് ദ ടാസ്ക്. അതായത് നമ്മൾ കൊടുത്ത ഗെയിം ഉണ്ടല്ലോ, ഈ ഗെയിം അല്ലെങ്കിൽ ടാസ്ക് ഉണ്ടല്ലോ, ആ ഗെയിം നമ്മൾ എവിടെയാണോ ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞത് അവിടെ വരെ അത് എന്തോ ചെയ്യാൻ ഗെയിം കണ്ടിന്യൂ ലൂപ്പിൽ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ഇനി ഞാൻ ഈ കാര്യം പറയട്ടെ നിങ്ങളോട്. നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് യൂസ് ചെയ്യും. ആ ടേംസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ടെർമിനൽ ടാസ്ക് നമ്മൾ എത്തുന്നത്. ആ ടേംസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താ കണ്ടീഷൻസ് ആകാം, ആ ഏജന്റ് ആകാം, അങ്ങനെ കുറെ ആകാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ആളെ നോക്കിയാൽ ഫസ്റ്റ് വൺ ഏജന്റ്. എന്താണ് ഏജന്റ്? ദ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് അൽഗോരിതം ദാറ്റ് ലേൺസ് ട്രയൽ ആൻഡ് എറർ. അതായത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൂടി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന അതാണ് ഏജന്റ്. Okay, next one environment.
എന്താണ് എൻവയോൺമെന്റ്? ദ വേൾഡ് ത്രൂ വിച്ച് ദ ഏജന്റ് മൂവ്സ്. ഏജന്റ് മൂവ് ചെയ്യുന്ന ലോകത്തെ നമ്മൾ എന്ത് പറയാം? എൻവയോൺമെന്റ് എന്ന് പറയാം. ആക്ഷൻ, ഓൾ ദി പോസിബിൾ സ്റ്റെപ്സ്. ആക്ഷൻ എന്ന് പറയാം ഓൾ ദി പോസിബിൾ സ്റ്റെപ്പ് ദാറ്റ് ഏജന്റ് ക്യാൻ ടേക്ക്. ഏജന്റ് ചെയ്യുന്ന എല്ലാ പോസിബിൾ സ്റ്റെപ്പിനെ നമ്മൾ എന്ത് പറയും? ആക്ഷൻ എന്ന് പറയും. നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്താ? കറന്റ് കണ്ടീഷൻ. കറന്റ് കണ്ടീഷൻ റിട്ടേൺ ബൈ ദ എൻവയോൺമെന്റ്. നമുക്ക് ആ എൻവയോൺമെന്റ് തിരിച്ചു വരുന്ന കറന്റ് കണ്ടീഷൻ നമ്മൾ എന്താ പറയുക? സ്റ്റേറ്റ് എന്ന് പറയും. നെക്സ്റ്റ് ആണ് നമ്മുടെ റിവാർഡ്. ഈ റിവാർഡിന് വേണ്ടിയാണ് നമ്മൾ ഏജന്റ് ആ അൺനോൺ എൻവയോൺമെന്റിൽ കൂടെ പോകുന്നത്. അതായത് അവിടെ അവർക്ക് റിവാർഡ് അറ്റൻഡ് ചെയ്യാനുണ്ടാവും. അതിന് മുമ്പ് ആ ടെർമിനൽ പോയിന്റ് എത്തുന്ന റിവാർഡ് അറ്റൻഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പോകുന്നത് അല്ലേ? റിവാർഡിനെ നമ്മൾ എപ്പോഴും ആർ എന്ന് റെപ്രസെന്റ് ചെയ്യും. ആർ മെട്രിക്സ് ആണ് റിവാർഡ് മെട്രിക്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻസ്റ്റന്റ് റിട്ടേൺ ഫ്രം എൻവയോൺമെന്റ് ടു അപ്രീഷിയേറ്റ് ദ ലീസ്റ്റ് ലാസ്റ്റ് ആക്ഷൻ. അതായത് ആ ലാസ്റ്റ് ആക്ഷൻ ടെർമിനേറ്റ് ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന റിവാർഡിനാണ് നമ്മൾ റിവാർഡ് എന്ന് പറയുന്നത്. ഇതിനൊരു പോളിസി ഉണ്ടാകും. നെക്സ്റ്റ് ആണ് പോളിസി ആൻഡ് വാല്യൂ. എന്താ പോളിസി? ദ അപ്രോച്ച് ദാറ്റ് ദ ഏജന്റ് യൂസസ് ടു ഡിറ്റർമൈൻ ദ നെക്സ്റ്റ് ആക്ഷൻ ബേസ്ഡ് ഓൺ ദി കറന്റ് സ്റ്റേറ്റ്. ആ കറന്റ് സ്റ്റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്തുകൊണ്ട് ഒരു നെക്സ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ഷൻ എക്സിസ്റ്റ് ലെവലിൽ എങ്ങനെ ആയിരിക്കും നമ്മൾ പോളിസി വെക്കും. അത് എക്സ്പെക്ടഡ് ലോങ് ടേം റിട്ടേൺ വിത്ത് ഡിസ്കൗണ്ട് ആസ് oppose the short-term reward action value Q is similar to value except the taken an extra parameter the current action A. എന്താ ഈ പറഞ്ഞതെന്ന് മനസ്സിലാകും നിങ്ങൾക്ക്? അതായത് നമ്മള് പോളിസി പറയും നെക്സ്റ്റ് ലെവലിൽ എങ്ങനെ ചെയ്യണം നമ്മൾ അതിൽ പറഞ്ഞു വയ്ക്കും. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴ് ആ ലോങ് ടൈം അത്രയും നീണ്ട കാലയളവിൽ നമുക്ക് ഏത് രീതിയിൽ നമുക്കൊരു ഡിസ്കൗണ്ടോടെ നമുക്ക് റിട്ടേൺ എങ്ങനെ റിവാർഡ് എങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ഷൻ വാല്യൂന്റെ നെയിം നമ്മൾ ഉപയോഗിക്കുന്ന മെട്രിക്സ് ആണ് ക്യൂ മെട്രിക്സ് എന്ന് പറയുന്നത്. ദിസ് ചെയ്ത് എന്തിന് സിമിലർ ആയിരിക്കും? ഒരു എക്സ്ട്രാ പാരാമീറ്റർ അവിടെ വരുന്നതിന് സിമിലർ ആയിരിക്കും. ഓക്കെ, ഇനി അതിന്റെ കാര്യം പറയട്ടെ. നമ്മൾ ഇങ്ങനെ റിവാർഡ് അറ്റൈൻ ചെയ്തെന്ന് വിചാരിച്ചു. ഈ റിവാർഡ് അറ്റൈൻ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന വലിയൊരു ടേം ഉണ്ട്, റിവാർഡ് മാക്സിമൈസേഷൻ. റിവാർഡ് മാക്സിമൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം എന്താണ് അത് തിയറി സ്റ്റേറ്റ് ചെയ്യുന്നത്. നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഏജന്റ് നമ്മൾ ട്രെയിൻ ചെയ്ത് ഇവിടെ മാക്സിമം നമുക്ക് റിവാർഡ് അറ്റൈൻ ചെയ്ത് തരണം. അതായത് എല്ലാ ഗോൾഡ് പോയിന്റ് എല്ലാ ഹേർട്ടും ക്ലിക്ക് ചെയ്ത് മാക്സിമം റിവാർഡ് എന്തോ ചെയ്യണം? അറ്റൈൻ ചെയ്ത് വരണം. ഇനി നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിന് നമ്മൾ എന്താ പറയുക? ഗാമ എന്ന് പറയും. ഡിസ്കൗണ്ട് റേറ്റിന് നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യും? ഗാമ എന്ന് റെപ്രസെന്റ് ചെയ്യും. അതിന്റെ വാല്യൂ നമ്മൾ 0 to 1 വരെ വേരി ചെയ്യും. അതായത് ഗാമ കുറയുമ്പോൾ റിവാർഡ് കൂടുകയും റിവാർഡ് കൂടുമ്പോൾ ഗാമ കുറയുകയും ചെയ്യും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പറഞ്ഞിട്ടോ മനസ്സിലാകാൻ വേണ്ടി. ഗാമയും റിവാർഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് റിലേഷൻഷിപ്പ് വരുന്നത്. ഗാമ കുറയുമ്പോൾ റിവാർഡ് എന്ത് ചെയ്യും? കൂടും. ഗാമ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം? നമ്മുടെ ഫസ്റ്റ് അൽഗോരിതം നമ്മൾ ഇതിന് ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ പറഞ്ഞു വെച്ചു. നമുക്ക് ഇനി ഫസ്റ്റ് അൽഗോരിതം നോക്കാം. നമ്മുടെ ഫസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത് എന്താ അറിയോ? മാർക്കോവ് ഡിസിഷൻ പ്രോസസ് ആണ് വരുന്നത്. എന്താ വരുന്നത്? മാർക്കോവ് ഡിസിഷൻ പ്രോസസ് ആണ് വരുന്നത്. ഇനി ഈ മാർക്കോവ് ഡിസിഷൻ പ്രോസസ്സില് നമ്മൾ സ്ലൈഡ് സെറ്റ് ചെയ്തതാണ്. അപ്പൊ മാർക്കോവ് ഡിസിഷൻ ആ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ആ പോളിസി ബേസ്ഡ് ലേണിംഗ് ഞാൻ വേറൊരു പേര് പറഞ്ഞത്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടോ? നമുക്കൊരു ഏജന്റ് ഉണ്ട്. ഈ ഏജന്റ് ഓരോ ആക്ഷൻ ചെയ്തിട്ട് എവിടെ എൻവയോൺമെന്റിൽ കൂടെ പോകും. എൻവയോൺമെന്റിൽ പോയി ഓരോ സ്റ്റേജ് പാസ് ചെയ്യുമ്പോൾ എന്ത് അറ്റൻഡ് ചെയ്യും? റിവാർഡ് അറ്റൻഡ് ചെയ്യും. കണ്ടോ? ഇവിടെ നമുക്ക് സെറ്റ് ഓഫ് ആക്ഷൻസ് നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്യും. സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ എസ് എന്ന് ഡിനോട്ട് ചെയ്യും. റിവാർഡ് നമ്മൾ ആർ എന്ന് ഡിനോട്ട് ചെയ്യും. പോളിസി നമ്മൾ എന്ത് ചെയ്യും? പൈ എന്ന് ഡിനോട്ട് ചെയ്യും. വാല്യൂ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യും? വി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് ഓഫ് ഡിസിഷൻ പ്രോപ്പർട്ടി നോക്കിയാലോ? ഓക്കെ, ഈ മാർക്കോവ് ഡിസിഷൻ പ്രോപ്പർട്ടിക്ക് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒരു മാപ്പിംഗും ഒക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഈ പടം കണ്ടോ? ഈ എ ബി സി ഡി നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ നോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എ ബി സി ഡി നോട്ട്. പിന്നെ അവിടെ എ ടു സി 15, എ ടു ബി 30, ബി ടു സി -10, സി ടു ഡി 50, ബി ടു ഡി 10 അങ്ങനെ കൊടുത്തേക്കുന്നുണ്ട്. അത് അതിന്റെ എന്താ റിവാർഡ് പോയിന്റ്സ് നമ്മൾ കൊടുത്തത്. റിവാർഡ് അങ്ങനെ പോകുമ്പോൾ എത്ര റിവാർഡ് അറ്റൈൻ ചെയ്യുന്ന നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? എ ബി സി ഡി ആക്ഷൻസ് ടു travels from one node to another. A to B പോവാം, എ ടു സി പോകാം, സി ടു ഡി പോകാം, അല്ലെ ബി ടു ഡി പോകാം, അല്ലെ സി ടു ഡി ഇങ്ങനെ കൊടുക്കണോ? ഇനി റിവാർഡ് ഇസ് ദ കോസ്റ്റ് റെപ്രസെന്റ് ബൈ ഇറ്റ്. ഒരു റിവാർഡ് കൊടുത്തിട്ടുണ്ട്. പോളിസി ഇസ് ദ പാത്ത് ടേക്കൻ ടു റീച്ച് ഡെസ്റ്റിനേഷൻ. അതായത് ഏത് ഡെസ്റ്റിനേഷനിൽ എത്തേണ്ട അതാണ് നമ്മുടെ പോളിസി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇനി നമ്മൾ ഇത് ഇപ്പൊ ഡെമോയിൽ കാണിക്കുമ്പോൾ മനസ്സിലാവും അതിന്റെ ഒപ്റ്റിമം പോളിസി അറ്റൈൻ ചെയ്യുക. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ആ വാല്യൂസ് നമ്മൾ ഏതിന്റെ എത്തുന്ന മാക്സിമം ഔട്ട്പുട്ട് വെച്ചാണ് നമ്മൾ ഒപ്റ്റിമം വാല്യൂ ഡിസൈഡ് ചെയ്ത് നമ്മൾ ആ ഔട്ട്പുട്ട് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന അൽഗോരിതമാണ് ക്യൂ ലേണിംഗ് അൽഗോരിതം. നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ നെക്സ്റ്റ് അൽഗോരിതമാണ് എന്താ ക്യൂ ലേണിംഗ് എന്ന്. ഇതിൽ ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. എന്താ ഫിഗറിൽ കിടക്കുന്നത് കണ്ടോ. ഇത് നമ്മളൊരു വീട്ടിലെ റൂമായിട്ട് അസ്യൂം ചെയ്യുക. 0, 4, 1, 3, 2 ഓപ്പണിങ്സ് എല്ലാം ഡോറായിട്ട് കാണുക. പിന്നെ 5ലാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത് 5 ആ 5 പുറത്ത് അവിടുത്തെ നമ്മൾ റിവാർഡായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 5 rooms in a building connected by doors. Each room is number 0 through 4. The outside of the building can be thought of as a big room number 5. Doors 1 and 4 led into a building from room 5 outside. ഈ പിക്ചർ ഒക്കെ മനസ്സിലായെന്നില്ല. ഇത് നമ്മളൊരു ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ നമ്മൾ പടം പോലെ വരച്ചു. ആ നോഡിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ ഗോൾ 5 ആണ് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ ഇത് കണ്ടോ. ഒരു ഏജന്റ് ഈ ഏജന്റ് ഈ 0, 1, 2, 3, 4 ആ ഇതിൽ കൂടെ പോയി അത് എവിടെ എത്തണം, അതിന്റെ 5th റൂമിൽ എത്തണം. എല്ലാ റൂമും ഡോർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. 0ന്ന് 4ൽ എത്തിയിട്ട് 4ൽ 3 എത്തി 1 എത്തി 5 പോകാം, അല്ലെ 1ൽ നേരിട്ട് 5 പോകാം, അല്ലെ 3, 1, 5 അങ്ങനെ പോകാം, 2, 3, 1 ഈ രീതിയിൽ ഏത് രീതി വേണേൽ നമുക്ക് പോകാം. നമ്മൾ ഇതിന്റെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഓരോ രീതിയിൽ പോകുമ്പോൾ ഓരോ റിവാർഡ് അറ്റൈൻ ചെയ്യും. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അസോസിയേറ്റ് റിവാർഡ് വാല്യൂ ടു ഈച്ച്. ഓരോ ഡോറിനും ഒരു റിവാർഡ് വാല്യൂ നമ്മൾ വെച്ചിട്ടുണ്ടോ. ടെർമിനോളജി ക്യൂ ലേണിംഗ് ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ് ആക്ഷൻ. അതായത് ഇവിടെ നമുക്ക് ഒരു സ്റ്റേം ആക്ഷൻസ് പറയാം. റൂം ഇൻക്ലൂഡിംഗ് റൂം ഫോർ റെപ്രസെന്റ് സ്റ്റേറ്റ്. റൂം 5 എന്ന സ്റ്റേറ്റ് ആണ്. ഏജൻസ് മൂവ്മെന്റ് ഫ്രം വൺ റൂം ടു അനദർ റെപ്രസെന്റ്സ് ആൻ ആക്ഷൻ ഇൻ ഫിഗർ. ഈ ഫിഗറിൽ നോക്കിയേ, a state is replicated as a node while action is represented by the arrows. ഇവിടെ ആരോസ് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, ആക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആ നോഡ് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, റൗണ്ട് സർക്കിൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വി ക്യാൻ പുട്ട് ദ സ്റ്റേറ്റ് ഡയഗ്രാം. നമ്മളിവിടെ സ്റ്റേറ്റ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കും. ഈ സ്റ്റേറ്റ് ഡയഗ്രാം വെച്ച് നമ്മൾ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മെട്രിക്സ് ഉണ്ടാക്കി. ഈ മെട്രിക്സിന്റെ പേരാണ് R എന്ന് പറയുന്നത്. കണ്ടോ, ഇത് കണ്ടോ, നിങ്ങൾ നോക്കി ഈ മെട്രിക്സ് ഞാൻ പറയട്ടെ. ഇവിടെ കണ്ടോ, ഈ -1 വരുന്നില്ല, ഞള്ള അവിടെ ഒന്നും ഇല്ല, ഞള്ളാകട്ടോ. നോക്കിയേ, ഈ 0, 5 വരുമ്പോ അവിടെ -1 ഞള്ള അങ്ങനെ പോകാൻ നമുക്ക് റിവാർഡ് മറ്റേ ചെയ്യാൻ പറ്റത്തില്ല. അച്ഛൻ 0, 1 വരുമ്പോൾ നിങ്ങൾക്ക് റിവാർഡ് 100 കിട്ടും, അവിടെ നമുക്ക് പോകാൻ പറ്റും. ഈ ഫിഗർ നോക്കുന്നത് മനസ്സിലാകും കണ്ടോ. 1ന്ന് 5ലേക്ക് പെട്ടെന്ന് നമുക്ക് റിവാർഡ് 100 കിട്ടും കണ്ടോ. 0യിൽ വരുമ്പോ നമുക്ക് ഇത്രയും കാണാം. അപ്പൊ അവിടെ ഞള്ള ഇങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ പിന്നെ നമുക്ക് റിവാർഡ് കിട്ടുന്ന 4, 5 കൂടെ റിവാർഡ് കിട്ടും 100 കേട്ടോ. ബാക്കി 2ഉം 3ഉം 2ഉം 5ഉം 3ഉം 5ഉം വരുന്നത് വെക്കാൻ തന്നെയാളായിട്ട് നമുക്കത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഇക്വേഷൻ ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, അതായത് വേറൊരു മെട്രിക്സ് വരും, ഒരു ക്യൂ മെട്രിക്സ് നമ്മൾ ഇതിന് വരുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. R മെട്രിക്സ് ഉണ്ട്, ക്യൂ മെട്രിക്സ് ഉണ്ട്. ഈ റിവാർഡ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ റിവാർഡ് മെട്രിക്സ് നമ്മളൊരു ക്യൂ മെട്രിക്സ് പറയും. ഈ ക്യൂ മെട്രിക്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ആ ഇക്വേഷൻ നോക്കിയാലോ. Q state comma action is equal to R state comma action plus gamma star maximum bracket in the Q of next state of all actions. ഇതാണ് നമ്മുടെ ആ ഇക്വേഷൻ. മനസ്സിലായോ? അതായത് ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ ഇനി നമുക്കൊരു പ്രത്യേക കണ്ടീഷൻ നമ്മൾ പറയും. എന്താണ് പറയുക ആ കണ്ടീഷൻ? അതായത് നമ്മുടെ ഗാമ പാരാമീറ്റർ ഉണ്ടല്ലോ, ഗാമ പാരാമീറ്റർ എപ്പോഴും 0 to 1 ഇടയ്ക്കായിരിക്കുമല്ലോ. ഇനി ഗാമ പാരാമീറ്റർ 0യോട് ക്ലോസ് ആണെങ്കിൽ, ഗാമ പാരാമീറ്റർ 0യോട് ക്ലോസ് ആണെങ്കിൽ ഏജന്റ് വിൽ ടെൻഡ് ടു കൺസിഡർ ഓൺലി ഇമ്മീഡിയറ്റ് റിവാർഡ് ആസ് എക്സ്പ്ലോറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്ലോറേഷനും എക്സ്പ്ലോട്ടേഷനും. അതായത് നമ്മുടെ ഗാമ പാരാമീറ്റർ, നമ്മൾ നേരത്തെ ഗാമ പാരാമീറ്റർ എന്താണെന്ന് പറഞ്ഞില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഗാമ പാരാമീറ്റർ കൂടുമ്പോൾ റിവാർഡ് കുറയുക ചെയ്യുന്നത്. ഗാമ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്കൗണ്ട് റേറ്റ്. ഓക്കെ, നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും, ബിറ്റ്വീൻ ആയിരിക്കും. ഇനി അത് ഗാമ പാരാമീറ്റർ 0യോട് അടുക്കുകയാണെങ്കിൽ ഏജന്റ് എന്തായിരിക്കും, എക്സ്പ്ലോറേഷൻ ആയിരിക്കും. ഇനി ഗാമ പാരാമീറ്റർ ക്ലോസർ ടു 1 ആണല്ലോ, അവിടെ എന്തായിരിക്കും സംഭവിക്കുക, എക്സ്പ്ലോട്ടേഷൻ ആയിരിക്കും സംഭവിക്കുക. ഓക്കെ, ഇനി നമ്മൾ ക്യൂ ലേണിംഗ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുവാണ്. നമുക്ക് അത് ഇങ്ങനെ പറഞ്ഞു വെക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, set gamma parameter and environment rewards in matrix R. Second one is the initialized matrix Q to 0. Third one select a random initial state. Fourth one set initial state
equal to current state set. Initial state set ചെയ്ത് വെക്കുമ്പോഴാണ് current state. Fifth one, select one among all possible actions for the current state. Sixth one, using the possible action, consider going to the next stage. Seventh one, get a maximum Q value for this next state based on the all possible actions. Eighth one, compute Q state of action is equal to R state of action plus gamma star maximum of Q of next state of comma all actions bracket close ചെയ്യാനോടെ എന്നിട്ട് എന്താ ചെയ്യണം, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? ക്യൂ ലേണിംഗിന്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഇതിൽ കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് ഒക്കെ നമുക്ക് അതുകൂടെ നോക്കിയാലോ. ഈ ക്യൂ ലേണിംഗിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നറിയോ? സ്കെയിലബിലിറ്റി ഇഷ്യൂസ് വിത്ത് ലാർജ് സ്കെയിൽ സ്പേസസ്. സെക്കൻഡ് വേണ്ട സാമ്പിൾ ഇൻഎഫിഷ്യൻസി ഇൻ ലേണിംഗ്. തേർഡ് വേണ്ട പാരാമീറ്റർ ട്യൂണിംഗ് സെൻസിറ്റിവിറ്റി. ഫോർത്ത് വൺ ബാലൻസിങ് എക്സ്പ്ലോറേഷൻ എക്സ്പ്ലോയിറ്റേഷൻ ട്രേഡ് ഓഫ്. ഇനി ഇതിനെ കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്ക് അതുകൂടെ നോക്കിയാലോ. എന്തൊക്കെയാ? മോഡൽ ഫ്രീ ലേണിംഗ് അപ്രോച്ച്. ക്യൂ ലേണിംഗിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ? മോഡൽ ഫ്രീ ലേണിംഗ് അപ്രോച്ച്. ഓഫ് പോളിസി ലേണിംഗ് ഫ്ലെക്സിബിലിറ്റി. നെക്സ്റ്റ് വൺ കൺവേർജൻസ് ടു ഒപ്റ്റിമൽ സൊല്യൂഷൻ. തേർഡ് വൺ എന്താ? ഫോർത്ത് വൺ ഏതാ? വൈഡ് ആപ്ലിക്കബിലിറ്റി അക്രോസ് ഡൊമൈൻസ്. ക്യൂ ലേണിംഗ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ക്യൂ ലേണിംഗ് മാർക്കോസ് ഡിസിഷൻ പ്രോപ്പർട്ടി മനസ്സിലായോ? ഇക്വേഷൻസ് ഉണ്ട്, മെട്രിക്സ് എന്താ വരുന്നത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ എക്സാമിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ കറന്റ് എവിടെ യൂസ് ചെയ്യുന്നൊക്കെ അറിയാവോ? നമ്മുടെ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ യൂസ് ചെയ്യുന്നിടത്ത് നമ്മൾ ഇത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. നമ്മൾ ആ ഒരു അൺനോൺ എൻവയോൺമെന്റിലേക്ക് നമ്മൾ ആ വണ്ടിയെ ഒരു എ നമ്മൾ ഇറക്കിവിടുക. പിന്നെ ആ എ വെച്ച് ആ വണ്ടി തന്നെത്താൻ ഓടിയല്ലേ പോകുന്നത്. എയുടെ വലിയ രണ്ട് എക്സാമ്പിൾ ആണ് സെൽഫ് ഡ്രൈവിംഗ് കാർസും ഡീപ് ലേണിംഗ് ആപ്ലിക്കേഷനും. നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, മെഷീൻ ലേണിംഗ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഉപയോഗിച്ചാണ് എന്താ സെൽഫ് ഡ്രൈവിംഗ് കാർസും ഡീപ് ലേണിംഗ് ആപ്ലിക്കേഷൻസ് നടക്കുന്നത്. ഞാൻ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. റോബോട്ട് നാവിഗേഷൻ ലേൺ സേഫ് എഫിഷ്യന്റ്ലി മൂവ്മെന്റ് ഇൻ ഡൈനാമിക് എൻവയോൺമെന്റ്സ്. Next one, manipulation involves grasping diverse objects effectively. Third one, control systems use RL for adaptive balancing and movement. Fourth one, RL enables robots to operate autonomously in uncertain conditions. ഒരു uncertain condition വർക്ക് ചെയ്യാൻ നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ പ്രത്യേകത കണ്ടോ. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ വേറെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടോ? സീക്വൻഷ്യലി ഡിസിഷൻ മേക്കിംഗ്. നമ്മൾക്കുള്ള പ്രോഗ്രാം ആ സീക്വൻഷ്യലി അറേഞ്ച് ചെയ്ത് ഇങ്ങനെ കാറുകൾ പോകുന്നുണ്ടോ? നമ്മൾ ഗെയിം കളിക്കുമ്പോഴേ കണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുമ്പോൾ നമ്മുടെ കാറുകൾ മൂവ് ആകത്തില്ല. അങ്ങനത്തെ ഗെയിമുകൾ. അഡാപ്റ്റീവ് ഡ്രൈവിംഗ് കൺട്രോൾ ടെക്നിക് ലൈക്ക് അഡാപ്റ്റീവ് cruise control and land changing rely on reinforcement learning to adjust driving behavior dynamically for safety and efficiency. നമ്മള് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ചിലപ്പോ ഇപ്പൊ കാർ ഓടുന്നെങ്കിൽ നാളെ എയർപ്ലെയിനും ട്രെയിനൊക്കെ ഓടിച്ചുകൂടാനില്ല. നമ്മുടെ കാലം അതിവേഗത്തിൽ എയുടെ സ്പീഡിൽ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. Safely critical maneuvers. Reinforcement learning supports safety critical decision making by enabling vehicles to learn optimal responses to hazardous or unpredictable situations. Q learning optimizes. Q learning and deep variants help vehicles learn from sensor data and simulations to optimize driving policies, enhancing both safety and driving performance. നിങ്ങൾക്കപ്പം ഇതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോ മെഷീൻ ലേണിംഗിന്റെ ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഞാനിപ്പോ ജസ്റ്റ് ഓർക്കുകയാണെങ്കിൽ ഒരു 10 വീഡിയോസോളം നമ്മൾ അതിനെടുത്തു. മെഷീൻ ലേണിംഗ് എന്താണെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു, ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് പറഞ്ഞു. ഓരോ മെഷീൻ ലേണിംഗും പ്രത്യേകം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു. പിന്നെ അതിന് അൽഗോരിതംസ് പറഞ്ഞിട്ടുണ്ട്, അൽഗോരിതംസ് ഡെമോ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ഡെമോ നമ്മൾ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെ കണ്ടു നോക്കണം. നമുക്കിനി ഇതിന്റെ ഡെമോ നമ്മൾ പൈച്ചാൽ ഡെമോ സെറ്റ് ചെയ്ത് ഗ്രിഡ് വേൾഡിന്റെ ഡെമോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഗ്രിഡ് വേൾഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുക 4x4 ഗ്രിഡ് വേൾഡ് ആണ്. അവിടെ നമുക്കൊരു ഏജന്റ് ഉണ്ട്. ആ ഏജന്റ് അപ്പ് ആൻഡ് ഡൗൺ കണ്ടോ, അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യും. നമ്മൾ ആ ഏജന്റ് ബോട്ടം റൈറ്റ് കോർണറിൽ വരുമ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യണം എന്നും കിട്ടിയില്ലെങ്കിൽ സ്മോൾ പെനാൽറ്റി -1 കൊടുക്കണമെന്നും പിന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് റിവാർഡ് അറ്റൻഡ് ചെയ്യണം. അതായത് മാക്സിമം ഒപ്റ്റിമൽ പോളിസി, അതായത് അതിന്റെ ഔട്ട്പുട്ട് ഏറ്റവും മാക്സിമം ലെവലിൽ ആ ഏജന്റ് എത്തുമ്പോൾ അത് നോട്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞേക്കാം. നമുക്കപ്പോ അത് നോക്കാം. ഓക്കെ, റൺ ചെയ്ത് നോക്കാം.
കണ്ടോ ക്രിമിനൽ പോളിസിയിൽ എത്തുമ്പോൾ ഫസ്റ്റ് എന്താവും ഡൗൺ ഡൗൺ വരും. ഫസ്റ്റ് എന്താ മെട്രിക്സ് ഡൗൺ 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 വരും, പിന്നെ ഡൗൺ 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 വരുന്നു, പിന്നെ വീണ്ടും ഡൗൺ 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 വന്നിട്ട് ഏറ്റവും താഴത്തെ റൈറ്റ് 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 വന്ന് അവിടെ എന്താ ഗോൾ അച്ചീവ് ചെയ്യും. ആദ്യം താപ്പോട്ട് ഡൗൺ ഡൗൺ നമ്മൾ അങ്ങനെ കൊടുത്തു, ഡൗൺ ഡൗൺ താപ്പോട്ട് ഇതിന്റെ നോൺ എൻവയോൺമെന്റ് ഡൗൺ ഡൗൺ പൊസിഷനിൽ വന്നിട്ട് പിന്നെ റൈറ്റിലോട്ട് പോയിട്ട് എന്ത് അറ്റൈൻ ചെയ്യണം, അത് ആ ഗോൾ അറ്റൈൻ ചെയ്ത് നമുക്ക് വരണം നമ്മൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ ഇതാണ് അതിന്റെ വാല്യൂ ഫംഗ്ഷൻ മെട്രിക്സ്. വാല്യൂ ഫംഗ്ഷൻ മെട്രിക്സ് ഇതാണ് ഇവിടെ. കണ്ടോ നമുക്ക് എക്സൈസ് ഫോർ കൊടുത്തിരിക്കുന്നത്, ഫോറിന്റെ ഫോർ കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റേറ്റ്സ് ഐ, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആക്സസ് അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ റിവാർഡ്സ് സെറ്റ് ചെയ്തു, പിന്നെ വെച്ചിട്ടുണ്ട്, പിന്നെ റിവാർഡ്സ് വേറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേട്ടോ അതിന്റെ ഓരോ സ്റ്റേറ്റുകളിൽ ട്രാൻസിഷൻ ഡൈനാമിക്സ് കൊടുത്ത് നെക്സ്റ്റ് സ്റ്റേറ്റിൽ അതിന്റെ വാല്യൂ അതിന്റെ ജെയുടെ വാല്യൂ വരികയും എന്താ പറയുന്നത് ഡിസ്കൗണ്ട് ഫോർ ഗാമ വരുമ്പോൾ എന്താ വെച്ചാൽ ത്രഷോൾഡ് ഫോർ കൺവെർജൻസ് നമ്മൾ പിറ്റേയും വേറെ കൊടുത്തിട്ട് തീറ്റ എന്ന് പറയാം. അത് വരുമ്പോൾ എന്താ വെച്ചാൽ അങ്ങനെയാണ് കോഡ് സെറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ കോഡ്. നമുക്ക് നമ്മുടെ നോക്കാം. ഓക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം, റൺ ചെയ്യാം. അപ്പൊ നമ്മൾ ക്യൂ ലേണിംഗ് നമ്മൾ കൊടുത്തിരുന്ന കണ്ടോ, അത് സെയിം തന്നെ അപ്പും ഡൗണോ കൊടുത്തിരുന്നെങ്കിലും ഇങ്ങനെ നമ്മൾ ഡിനോട്ടേറ്റ് ചെയ്യാൻ നമ്മൾ കൊടുത്തിരുന്നത് കണ്ടോ. അപ്പൊ നമ്മുടെ ലേൺ പോളിസി ഇങ്ങനെ വന്നേക്കുന്നത്, റൈറ്റ് ഡൗണ് ഡൗണ് ഡൗണ്, റൈറ്റ് ഡൗണ് ഡൗണ് ഡൗണ്, റൈറ്റ് 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 ഡൗൺ. നമ്മൾ യുവിൽ എത്തിയപ്പോൾ നമ്മൾ അപ്പ് കൊടുത്ത് നമ്മൾ അതിന്റെ ടെർമിനേറ്റ് ചെയ്തു. കണ്ടോ അതിന്റെ കോഡ് നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ടോ. ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ നമ്മൾ നേരത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ക്യൂ മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ അൽഗോരിതംസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ